ഇവിടെ നമ്മുടെ ഹീറോന്റെ വൈഫാന്ന് വെച്ചാൽ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. ഹോസ്പിറ്റലില് വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാനായിട്ട് സ്കാനിങ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോന്റെ ഫാമിലി തന്നെ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചാണാണോ പെണ്ണ്. പക്ഷെ പെൺകുട്ടിയാണ് അവൾക്കുള്ളത് അറിഞ്ഞാൽ തന്നെ ആ ഒരു കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയണം എന്നായിരുന്നു ആ ഒരു ഫാമിലിയുടെ പ്ലാൻ. 6 വട്ടം നമ്മുടെ ഹീറോയിൻ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. പക്ഷെ പെൺകുട്ടിയാണ് വയറ്റിലുള്ളതെന്ന് അറിഞ്ഞതും ആ ഒരു കൊച്ചിനെ അബോർട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. ഹീറോന്റെ അച്ഛനാന്ന് വെച്ചാൽ ആ നാട്ടിൽ തന്നെ ഹെഡായിരുന്നു. ആ ഒരു നാട്ടിലെ നിയമം എന്ന് വെച്ചാൽ എല്ലാവർക്കും പെൺകുട്ടി ജനിക്കാനേ പാടില്ല, ആൺകുട്ടി മാത്രമേ ആ ഒരു നാട്ടിൽ ജനിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു ആ നാടിന്റെ വൃത്തികെട്ട ചട്ടം. ഡോക്ടർക്ക് എന്ന് വെച്ചാൽ മനസ്സിലാവാണ് 6 വർഷം അബോർഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പെണ്ണിന്റെ ജീവൻ ഇപ്പൊ അപകടത്തിലാണ് ഉള്ളത്. ഇനി അബോർഷൻ ചെയ്യാന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇതെല്ലാം ഹീറോന്റെ ഫാമിലിനോട് ഡോക്ടർ പറയുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഞങ്ങൾ എന്തിനാ അബോർട്ട് ചെയ്ത് കളയുന്ന, പെൺകുട്ടിയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അബോർഷൻ ചെയ്യുള്ളൂ എന്ന് പറയാണ്. അതുകൊണ്ട് ഡോക്ടർക്ക് വേറെ വഴിയില്ലാതെ അച്ഛനോടും അമ്മയോടും എല്ലാം ഹീറോയിന്റെ വയറ്റിലുള്ളത് ആൺകുട്ടിയാണെന്ന് നുണ പറയാണ്. എന്നിട്ട് ഹീറോനെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഡോക്ടർ പറയാണ്, നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടിയാണ്, അതിനുവേണ്ടി ഇപ്പൊ തന്നെ റെഡി ആയിക്കോളാൻ പറയാണ്. ഇപ്പൊ ഹീറോന്റെ അച്ഛൻ ആ നാട്ടിലെ ഹെഡ് ആയതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്കൂളിൽ പോകുന്ന കൊച്ചാന്ന് വെച്ചാല് പെൺകുട്ടി എണീറ്റ് നിന്ന് പറയാണ്, ഈ നാട്ടിലുള്ള കുറച്ച് മോശം ആൺപിള്ളേര് ഞങ്ങളുടെ പിന്നാലെ എപ്പോഴും വരാറുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഹീറോന്റെ അച്ഛൻ പറയാണ്, ഇങ്ങനെ മണ്ണുള്ള സോപ്പൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ നടക്കുന്നതുകൊണ്ടാണ് ആൺകുട്ടികൾ പിന്നാലെ വരുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലുള്ള ഒരു പെണ്ണുങ്ങളും ഇനി മണ്ണുള്ള സോപ്പ് ഇട്ട് കുളിക്കേണ്ടാന്ന് അച്ഛൻ അങ്ങോട്ട് തീരുമാനം എടുക്കാണ്. ആ ഒരു നാട്ടില് ഭർത്താവ് ഭാര്യയെ ഒന്ന് ഉമ്മ കൂടി വെക്കാൻ പാടില്ല, അത് പാപമായിട്ടുള്ള പ്രവൃത്തിയാണെന്നാണ് ആ നാട്ടിലുള്ള എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ ഹീറോ ആണെന്ന് വെച്ചാല് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അവന്റെ ഭാര്യക്ക് കാർ ഓടിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോക്ക് ആദ്യം ജനിച്ചത് ഒരു പെൺകുട്ടിയായിരുന്നു. അത് ഫസ്റ്റ് തല്ലേന്ന് വിചാരിച്ച് വീട്ടുകാരെല്ലാവരും ക്ഷമിച്ച് ആ ഒരു പെൺകുട്ടി ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഹീറോയിന്റെ ഡെലിവറി ഡേറ്റ് അടുക്കും തോറും ഹീറോക്കാന്ന് വെച്ചാൽ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഹീറോയിനെ സേഫ് ആയിട്ട് എത്തിക്കണമെന്ന് ഹീറോ വിചാരിക്കുകയാണ്. തന്റെ വീട്ടിലിരുന്നാല് അവളുടെ ജീവൻ അത് അപകടമെന്ന് ഹീറോക്ക് അറിയായിരുന്നു. അപ്പോഴാണ് ഹീറോക്ക് മനസ്സിലാവുന്നത് ഹരിയാനയിലെ ഒരു സ്ഥലത്താന്ന് വെച്ചാല് പെണ്ണുങ്ങളെ ദൈവമായിട്ട് കാണുന്ന ഒരിടായിരുന്നു. അങ്ങോട്ടേക്ക് ഹീറോയിനെ മാറ്റാമെന്ന് ഹീറോ വിചാരിക്കുകയാണ്. ഇപ്പൊ ഡെലിവറിക്ക് 1 ആഴ്ച മാത്രം ഉള്ളപ്പോ അമ്മ ആണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴേ ഹോസ്പിറ്റലിൽ പോവാ, എന്നിട്ട് കുട്ടീനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാണ്. അത് കേട്ടത് നമ്മുടെ ഹീറോക്ക് പേടിയായിക്കൊണ്ട് ഭാര്യയുടെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് വേഗം തന്നെ ഹരിയാനയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുകയാണ്. ഹീറോന്റെ കഴുത്തിൽ സിസേഴ്സ് വെച്ചോണ്ടെന്ന് വെച്ചാൽ ഹീറോയിൻ അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പറയാണ്, എന്റെ വയറ്റിൽ വളരുന്ന പെൺകുട്ടിയാണ്, ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് കാറിൽ അവിടെ നിന്ന് പോകാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലെ എല്ലാം ഹീറോയിൻ അഭിനയിക്കുകയാണ് ശരിക്കും പറഞ്ഞാല്. പക്ഷെ അപ്പോഴാണ് ഹീറോ ചെയ്ത ഒരു അബദ്ധം എനിക്ക് മനസ്സിലാവുന്നത്. അവൻ വരുന്ന സമയത്താന്ന് വെച്ചാൽ മാപ്പ് എടുക്കാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയോടും കുട്ടിയോടും ഫോണിൽ മാപ്പ് ഇട്ടിട്ട് നിങ്ങൾ നേരെ പൊക്കോ ഹരിയാനയിലേക്ക്, ഞാൻ എന്റെ ഫാമിലിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നാലെ വരാമെന്ന് പറഞ്ഞ് ഹീറോ വീട്ടിലേക്ക് തിരിച്ചു. പിന്നാലെ ഇവരെ ചേസ് ചെയ്യുന്ന അവന്റെ അച്ഛൻ്റെ അടുത്ത് പോയി ഭാര്യ എന്നെ പറ്റിച്ചു എന്നെല്ലാം പറഞ്ഞ് ആക്ട് ചെയ്യാണ്. ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ആൽബത്തിലുള്ള ഭാര്യയുടെ ഫോട്ടോ എടുത്ത് അന്വേഷിക്കാമെന്ന് കരുതിയാല് ആ ഒരു ഗ്രാമത്തിലെ മുഴുവൻ പെണ്ണുങ്ങളും മുഖം കാണിക്കാനേ പാടില്ല. അതുകൊണ്ട് ആ പെണ്ണിന്റെ മുഖം ഫോട്ടോയിലെല്ലാം തുണി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് കട്ടിലിനടിയിൽ ഹീറോ വരച്ചു വെച്ച മാപ്പ് അച്ഛൻ കാണാനിട വരാണ്. ഇവരെല്ലാവരും കൂടി ആ ഒരു മാപ്പ് വെച്ചിട്ട് ആ പെണ്ണിനെ ഫോളോ ചെയ്യാണ്. ഈ ഒരു ഭാര്യ ഹരിയാനയിൽ എത്തുന്നതിന് മുമ്പാന്ന് വെച്ചാൽ അവൾക്ക് ഭയങ്കര ക്ഷീണം തോന്നിയത് തന്നെ അവിടെ ഒരു സ്ഥലത്ത് ഹീറോയിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവന്റെ വീട്ടിലായിട്ട് അവൾ റെസ്റ്റ് എടുക്കുന്ന സമയത്താന്ന് വെച്ചാൽ ഹീറോയും ഹീറോയിന്റെ അച്ഛനും എല്ലാം ചേസ് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്താണ്. ഇത് കണ്ട ഭാര്യയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന്റെ ആൾക്കാര് അവളെ ആ ഒരു കൊച്ചിനെ ഓടിപ്പിച്ചിട്ടാണ്. അങ്ങനെ പിടിക്കാനാവുന്ന ഒരു സമയത്താണെന്ന് വെച്ചാൽ കറുത്ത കളറുള്ള പൂച്ച ഇവരുടെ വട്ടം പോകുന്നത് കൊണ്ട് അതൊരു അപശകനാണെന്നും പറഞ്ഞിട്ട് ഈ ആൾക്കാർ മുഴുവൻ 10 സ്റ്റെപ്പ് പിന്നിലോട്ട് പോയിട്ട് പിന്നെ ഈ ഒരു പെണ്ണിനെ ചേസ് ചെയ്യാനായിട്ട് ആരംഭിക്കുമ്പോഴേക്കും ഇവരെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഈ ഒരു പെണ്ണിങ്ങനെ ലിഫ്റ്റ് എല്ലാം ചോദിച്ച് അവൾ നേരെ ഹരിയാനയിലേക്ക് പോകാതെ അവളുടെ അമ്മ വീട്ടിലേക്ക് പോവാണ്. പക്ഷെ ഓൾറെഡി ഇവിടെ എത്തുന്നതിന് മുമ്പ് ആ ഒരു അമ്മ വീട്ടില് ഹീറോയും ഹീറോന്റെ അച്ഛനും അച്ഛന്റെ ആൾക്കാരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അച്ഛനാന്ന് വെച്ചാല് പറയാണ്, എല്ലാവരുടെ മുന്നിൽ വെച്ച് ഹീറോയിനോട് ഹീറോയിനെ തല്ലാനായിട്ട് പറയാം. അങ്ങനെ ഹീറോയിനെ തല്ലാനായിട്ട് നോക്കുന്ന സമയത്താണെന്ന് വെച്ചാല് അവിടെയുള്ള ഓരോരുത്തരും തല കറങ്ങി വീണ് എല്ലാവരും അവിടെ തല ഇറങ്ങി കിടക്കാണ്. സംഭവം എന്താന്ന് വെച്ചാല് നമ്മുടെ ഹീറോന്റെ അനിയത്തിനെ ആ ഒരു വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത്. അനിയത്തി അവർ കഴിച്ച ഭക്ഷണത്തിൽ എന്തോ കലക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അവര് തല കറങ്ങി വീഴുന്നത്. ഹീറോവും അവന്റെ ഭാര്യനെയും കൊണ്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടി പോകുന്ന സമയം ഹീറോയിന് ബ്ലീഡിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ അവളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. എന്നാൽ ഹീറോന്റെ അച്ഛനും അവിടേക്ക് അവരെ ചേസ് ചെയ്തെത്തുന്നുണ്ട്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച ഹീറോ ആണെന്ന് വെച്ചാല് വൈഫിന്റെ അച്ഛൻ തന്നെ അടിച്ചു എന്നെല്ലാം പറഞ്ഞ് അവിടെ കിടന്ന് ആക്ട് ചെയ്യുമ്പോൾ ദേഷ്യം വന്ന ഹീറോന്റെ അച്ഛനാന്ന് വെച്ചാല്, നിങ്ങളുടെ മകളെ ഇനി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ മകന് വേറെ പെണ്ണിനെ കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഹീറോയിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയിട്ട് ആ ദിവസം തന്നെ അവൻക്ക് പെണ്ണ് കാണാനായിട്ട് പോവാണ്. അങ്ങനെ പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് ഹീറോയിന്റെ കല്യാണം നാളെ തന്നെ നടത്താമെന്ന് അവര് പറഞ്ഞു ഉറപ്പിക്കുകയാണ്. അവൻക്ക് ഇഷ്ടമില്ലാതെ തന്നെ വേറൊരു
കല്യാണം കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. അങ്ങനെ ആ ഒരു രണ്ടാമത്തെ കല്യാണത്തിന് ഒരു ദിവസം ഉള്ളപ്പോ എന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ആകെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം അവർക്ക് ഈ ഒരു കല്യാണത്തിന് ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവന്റെ അമ്മ എന്ന് വെച്ചാൽ അവനക്ക് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഫുഡ് വാരി കൊടുക്കാനായിട്ട് വരുന്ന സമയത്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് അമ്മ അച്ഛൻ പറയുന്നതെല്ലാം അങ്ങനെ തലാട്ടി സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഒരു നാണക്കേട് തോന്നില്ലേ അതിനെന്ന്? അപ്പോഴാന്ന് വെച്ചാൽ അമ്മ അച്ഛൻ പറയുന്നതൊക്കെ ശരിയല്ല എന്ന് ചോദിക്കുമ്പോൾ മകനാന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആദ്യത്തെ ഫോട്ടോ എടുത്ത് കാട്ടിക്കൊടുക്കാണ്. അമ്മക്കാന്ന് വെച്ചാൽ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല പോലെ അഭിനയിച്ചിരുന്നു. എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ആഗ്രഹങ്ങളെല്ലാം അമ്മ വേണ്ടാന്ന് വെക്കാണ്. എന്തുകൊണ്ടാണ് കല്യാണത്തിന് ശേഷം എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളുടെ അടിമായിട്ട് നിൽക്കണമെന്ന് ഈ ഒരു ഗ്രാമത്തിൽ മാത്രം ഇങ്ങനത്തെ ഒരു നിയമം എന്നെല്ലാം ചോദിച്ച് മകൻ അമ്മയെ ചോദ്യം ചെയ്യുമ്പോൾ അമ്മക്കാന്ന് വെച്ചാൽ ഒരു മറുപടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അമ്മ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോ ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയാന്ന് വെച്ചാൽ അന്ന് രാത്രി അച്ഛനും അമ്മയും അവന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് കിടക്കാണ്. അങ്ങനെ കല്യാണത്തിന് പോലും നമ്മുടെ ഹീറോനെ കെട്ടിയിട്ടിട്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോന്റെ ആദ്യത്തെ പെൺകുട്ടിയാന്ന് വെച്ചാല് ഹരിയാനയിലുള്ള പെണ്ണുങ്ങളെ ദൈവമായിട്ട് കാണുന്ന ആ ഒരു ആണുങ്ങളുണ്ടല്ലോ, അവരെയും കൂട്ടി അവരുടെ സഹായത്തോടു കൂടി തന്റെ അച്ഛനെ ആ ഒരു രണ്ടാമത്തെ കല്യാണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. ഇപ്പൊ വൈഫിനാണെന്ന് വെച്ചാല് ഡെലിവറി പെയിൻ വരാണ്. അത് നമ്മുടെ ഹീറോ എങ്ങനെയോ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇനി പിടിച്ചു നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായ അവനാന്ന് വെച്ചാല് ആ ഒരു കല്യാണത്തിൽ നിന്ന് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ട് ആശുപത്രിയിലേക്ക് പോകാണ്. ഇപ്പൊ അവന്റെ ഭാര്യയാണെന്ന് വെച്ചാല് പുഷ് ചെയ്യാൻ പറ്റാതെ ആകെ ടയേർഡ് ആവാണ്. ഇങ്ങനെ പോവാന്ന് വെച്ചാല് ഭാര്യയുടെയും കുട്ടിയുടെയും ജീവന് വരെ ആപത്താണെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് തന്നെ അവനൊരു വഴി കാണാൻ. ഹീറോ ആണെന്ന് വെച്ചാൽ ഒരു സോപ്പ് എടുത്ത് തന്റെ ഭാര്യക്ക് മണപ്പിക്കാനായിട്ട് കൊടുത്തതും അവൾക്ക് ബോധം പോയെങ്കിലും അത് തിരിച്ചു വരാണ്. കാരണം ആ ഒരു ഗ്രാമത്തില് പെണ്ണുങ്ങൾ ആരും സോപ്പ് ഇട്ട് കുളിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യ സോപ്പിന്റെ മണം കേട്ടതും പുഷ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഈ ഒരു സമയം എന്ന് വെച്ചാൽ അച്ഛനും അവന്റെ ആൾക്കാരും എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ വന്ന് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ വന്ന് ഇവർക്കെതിരായിട്ട് സംസാരിക്കുക. ദേഷ്യം വന്ന ഇവന്റെ അച്ഛനും ആൾക്കാരും എന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങളെല്ലാം തല്ലാൻ പോകുമ്പോൾ ഹരിയാനയിലെ പെണ്ണുങ്ങളെ ദൈവമായിട്ട് കാണുന്ന ആൾക്കാരാന്ന് വെച്ചാൽ ഇവരെ വന്ന് തല്ലി അവിടെ പൊട്ടിയാക്കിയിടാണ്. നമ്മുടെ ഹീറോയിൻ ആണെന്ന് വെച്ചാൽ പ്രസവിക്കുന്നേ ഇല്ല, അവൾക്ക് പുഷ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ആദ്യമായിട്ട് അവൾക്കൊരു ഉമ്മ കൊടുക്കാണ്. കാരണം ആ ഗ്രാമത്തില് ഭർത്താവ് ഭാര്യക്ക് ഉമ്മ കൊടുക്കാനായിട്ട് പാടേ ഇല്ല, അതെന്തോ പാപമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിന് ആദ്യത്തെ ഉമ്മ കൊടുത്തതും അവൾ അങ്ങനെ പ്രസവിക്കുന്നുണ്ട് ഒരു സുന്ദരി പെൺകുട്ടിയെ. ഇപ്പൊ അടികൊണ്ട് ആ ഗ്രാമത്തിൽ വയ്യാതിരിക്കുന്ന എല്ലാ ആണുങ്ങളെയും നോക്കുന്നത് അവരവരുടെ ഭാര്യമാരാണ്. അതുപോലെ തന്നെ ഈ കുട്ടി ജനിച്ചതിന് ശേഷം നമ്മുടെ ഹീറോ ആണെന്ന് വെച്ചാൽ വീട്ടില് ഭാര്യനെ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും തുടങ്ങാണ്. ഹീറോന്റെ അച്ഛനും ഈ ഒരു പെൺകുട്ടിയുടെ മുഖം കണ്ട് പതുക്കെ അങ്ങനെ മാറാം. പതുക്കെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും പെൺകുട്ടികളെ മഹാലക്ഷ്മി ആയിട്ട് കാണാണ്. നിങ്ങൾക്ക് പെൺകുട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് യെസ് എന്ന് കമന്റ് ചെയ്തേക്കണേ.